ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിനിപ്പോ എന്താ വേണ്ടേ? ഞാൻ ചിരിക്കണോ? അങ്ങനെ കരുതിക്കൂട്ടി ചിരിക്കൊന്നും വേണ്ട. ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിൽ ചിരിച്ചാ മതി. എന്നാ ഒരു കാര്യം ചെയ്യ, എന്നെ ഒന്ന് സന്തോഷിപ്പിക്കേ. സന്തോഷിപ്പിക്കാൻ ഇപ്പൊ എന്താ ചെയ്യാ? നമുക്ക് അടുക്കളയപ്പോ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കഴിച്ചാലോ? അതൊന്നും എനിക്ക് വേണ്ട. അമ്മ കുറെ നാളായില്ലേ ഞങ്ങളെയൊക്കെ കളിപ്പിക്കുന്നു. ഇനി കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് തീരുമാനിച്ചു നോക്കട്ടെ. യശോദേ, അതും കൊടുത്തേ. ചപ്പാത്തിയാ. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് ഞാൻ യശോദയോട് പറഞ്ഞു. ഉണ്ടാക്കി തന്നാലും അത് നന്ദിയില്ലാത്തവരോട് അത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. യശോദേ, ഞാൻ വന്നേ. പിന്നെ ജനലടച്ച് കുറ്റിയിട്ട് പ്രതിഷേധിക്കാന്ന് കരുതണ്ട. അടച്ച പിന്നെ ഞങ്ങളായിട്ട് തട്ടി വിളിക്കില്ല. അത്രയൊക്കെ ഉള്ളൂ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും. തബാ. ഇനി എന്ത് ചെയ്യും മുത്തശ്ശി? 2 ഫോണും വർക്ക് ചെയ്യുന്നില്ല. ദേവൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി എന്ത് ചെയ്യാനാ? തന്നത് തിന്നാലോ? എന്റെ പട്ടിക്ക് വേണം അവന്റെ ഒരു ചപ്പാത്തി കറി. ഞാൻ എപ്പോഴെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ച ചപ്പാത്തി കഴിച്ച് നീ കണ്ടിട്ടുണ്ടോ? മുത്തശ്ശി, എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ട്. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ അതീന്നേ ഒരു 2 എടുത്തോട്ടെ, ബാക്കി അവിടെ തന്നെ വെക്കാം. അപ്പൊ അവര് വിചാരിക്കും നമ്മൾ കഴിച്ചിട്ടില്ലാന്ന്. ഇതൊരു വലിയ ശോദ്യമായല്ലോ. എടുത്തു തിന്ന്. എന്തിനു നീ പൊതിഞ്ഞു വെക്കുമേ? അപ്പൊ ഞാൻ ഗ്യാസ് കയറി ചത്തോട്ടെ എന്നല്ലേ? ഇങ്ങോട്ട് കൊണ്ടുവാ. അതൊന്നും വേണ്ട. ഇതങ്ങോട്ട് കഴിക്കും. അല്ല മുത്തശ്ശി, അച്ഛനെ വാതില് തുറന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരുപാട് സമയമൊന്നും പൂട്ടിയിടാൻ പറ്റില്ലല്ലോ. മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ പുറത്തിറങ്ങണ്ടേ? അതിന് വാതില് തുറക്കും. അപ്പം നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം. എന്തായാലും നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിയേ പറ്റൂ. ഞാൻ ഉറങ്ങിയത് എന്നോട് ആര് പറഞ്ഞു? അല്ല, കിടപ്പ് കണ്ടപ്പോ ഞാൻ കരുതി ഉറങ്ങിന്ന്. ഉറങ്ങിയിട്ടൊന്നുമില്ലടോ. എങ്ങനെ ഉറക്കം വരാനാ? ജീവിതത്തിൽ നിത്യേന പുതിയ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നാട്ടുകാര് ബാളം വെച്ചതും തല്ലാൻ വന്നതൊന്നും മനസ്സിന്ന് പോകുന്നില്ലല്ലേ? അത് മനസ്സിന്റെ ഒരു വശത്തുണ്ട്. പക്ഷേ അതിന്റെയൊക്കെ അപ്പുറത്ത് താൻ നടത്തിയൊരു പ്രകടനമുണ്ടല്ലോ, അതാ കിടക്കുന്ന എന്റെ മനസ്സിൽ. എന്റെ ഭാര്യ എനിക്ക് വേണ്ടി പോരാറുന്ന ഓർത്താ പിന്നെ എന്തിനാ എനിക്ക് ദുഃഖം? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും മുഖമൊന്നും തെളിയുന്നില്ലല്ലോ. എനിക്ക് എങ്ങനെ സങ്കടത്തോടെ കാണാൻ പറ്റില്ല. എന്തോ പോലെ തോന്നുക. അതിനിപ്പോ എന്താ വേണ്ടേ? ഞാൻ ചിരിക്കണോ? അങ്ങനെ കരുതിക്കൂട്ടി ചിരിക്കൊന്നും വേണ്ട. ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിൽ ചിരിച്ചാ മതി. എന്നാ ഒരു കാര്യം ചെയ്യ, എന്നെ ഒന്ന് സന്തോഷിപ്പിക്കേ. സന്തോഷിപ്പിക്കാൻ ഇപ്പൊ എന്താ ചെയ്യാ? നമുക്ക് അടുക്കളയപ്പോ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കഴിച്ചാലോ? അതൊന്നും എനിക്ക് വേണ്ട. പിന്നെന്താ? എനിക്കിത്തിരി സന്തോഷം വേണമെന്ന് തോന്നുമ്പോ ഞാൻ ഒന്നെങ്കിൽ അച്ഛനെ അമ്മയെ വിളിക്കും, അല്ലെങ്കിൽ ഫിദാ മാഡത്തിനെ വിളിക്കും.
അങ്ങനെ ചെയ്താലോ? ആ ഇനി അവരെ വിളിച്ചുണർത്തണ്ട. ഒരു കാര്യം ചെയ്യ്, ഒരു പാട്ടങ്ങ് പാടിക്കോ. പാട്ടോ? പിന്നെ പാട്ടുകാരോട് പാട്ടല്ലാതെ തെങ്ങി കയറി തേങ്ങ ഇടാൻ പറയാൻ പറ്റുമോ? രാത്രി എല്ലാരും കേൾക്കും. ആ ആർക്കും കേൾക്കാൻ പറ്റാത്ത വൃത്തിയായിട്ട പാട്ടൊന്നും താൻ പാടില്ലെന്ന് എനിക്കറിയാം. അല്ല കേട്ടാ തന്നെ എന്താ കുഴപ്പം? ഒരു കാര്യം ചെയ്, ഇപ്പൊ കിടന്നുറങ്ങ. നാളെ രാവിലെ ഞാൻ പാടിത്തന്നാ മതിയല്ലോ. അപ്പൊ നാളെ രാവിലെ വരെ എന്റെ മുഖം ഇങ്ങനെ ഇരിക്കണം, അതിന് കുഴപ്പമുണ്ടോ? അത് ശരിയാവില്ല, മുഖം മാറണം. ആ എന്നാ പിന്നെ പാട്, ഞാൻ കേട്ടോണ്ട് കിടന്നോളാം. ദൈവമേ, എന്റെ കുഞ്ഞുമോനെ ഒന്ന് ഉറക്കാൻ ഏതാ ഇപ്പൊ ഒരു താരാട്ട് പാടുക? ആ കിട്ടി. എനിക്ക് വേണ്ടി എന്തോ ഒരു അപമാനം സഹിക്കുന്നു, എത്രമാത്രം കഷ്ടപ്പെടുന്നു. ഇതൊന്നും ആവശ്യമില്ലാത്ത ആളോ. എന്നിട്ടോ എല്ലാം ചെയ്യുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. എൻ്റെ കൃഷ്ണ, ഇങ്ങനെയുള്ള ഒരാളെ എനിക്ക് തന്നതിന് ഈ ജന്മം മുഴുവൻ എനിക്ക് കടപ്പാടുണ്ട് കേട്ടോ.